വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്സ്. മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ മൂവിയുടെ റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. അപ്പം അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ സിഗ്നൽസിലൊക്കെ വെയിറ്റ് ചെയ്ത് കിടക്കില്ലേ, സിഗ്നൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അവിടെ ഈ സീബ്ര ക്രോസിംഗ് ലൈനും അതുപോലെ സ്റ്റോപ്പിംഗ് ലൈനും നമുക്കവിടെ കാണാൻ സാധിക്കും. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കണക്കാക്കാതെ ചിലർ വണ്ടി നിർത്തുന്നത് ചിലപ്പോൾ ഈ സീബ്ര ക്രോസിംഗ് ലൈനിൻ്റെ മുകളിലായിരിക്കും. ചിലർ നിർത്തുന്നത് സിഗ്നൽ കഴിഞ്ഞിട്ടുണ്ട്, അതുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ എനിക്ക് വേഗം പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വണ്ടി നിർത്തും. സാധാരണക്കാർ എന്ന് വെച്ചാൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ അനുസരിക്കുന്ന ആൾക്കാരാണല്ലോ എനിക്കിപ്പം സീബ്ര ക്രോസിംഗ് ലൈനിൻ്റെ മേളിൽ കൂടെ ഞാൻ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ടീംസൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടാണ്, ഇതുപോലെ വണ്ടി സീബ്ര ക്രോസിൻ്റെ മേളിൽ വണ്ടി ഇട്ടേക്കുന്നു, സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ആൾക്കാർ പാസ് ചെയ്യുകയാണ്. ചിലർ വന്നിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് പോകും, ചിലർ വന്നിട്ട് നൈസായിട്ട് ചവിട്ടിയിട്ട് ഈ വണ്ടി സീബ്ര ക്രോസിൻ്റെ ലൈനിൻ്റെ മേളിലാണ് നിർത്തിയത്, ബോണറ്റെ ചവിട്ടി അങ്ങ് ഇറങ്ങും. അപ്പോൾ ഈ കാറുകാരൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാറുകാരൻ നൈസായിട്ട് വണ്ടി ബാക്കിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കഴിവതും നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുമെന്നല്ല, ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതി, നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതി ചെയ്യാൻ ശ്രമിക്കുക. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിബു ജേക്കബാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സത്യൻ സാറിൻ്റെ സ്റ്റൈലിലോട്ട് വരികയാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിനു മുമ്പത്തെ സിനിമ വെള്ളിമൂങ്ങ എല്ലാം ഒരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. അതിൽ കൂടുതലും വെള്ളിമൂങ്ങയിൽ കൂടുതലും കോമഡീസിനും കാര്യസിനും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമയിൽ ആവശ്യത്തിന് കോമഡി, കഥ, കാര്യമെല്ലാം ആവശ്യം അനുസരണം എല്ലാം ഉണ്ട് എന്ന് വേണം പറയാൻ. ഈ സിനിമ എഴുതിയിരിക്കുന്നത് എം സിന്ധുരാജാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് പ്രമോദ് കെ പിള്ളയാണ്. ഇതിൽ ഷിംലയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതും ഹെലിക്യാം ഡ്രോണൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ആ ഹെലിക്യാം ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. സാധാരണ ചില ഹെലിക്യാം ഷൂട്ടിലൊക്കെ നമുക്ക് കാണാം ഇതുപോലെ കുറച്ച് ഷേക്കിങ്ങോ അങ്ങനെ കുറേ റിഫ്ലക്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ VJ ജെയിംസ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, പ്രണയോപനിഷത്ത് എന്ന് പറഞ്ഞിട്ട്. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഈ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയുടെ കഥ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. രൂപകൽപ്പന എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കല്ല, അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ സിനിമയിലെ കഥ പോകുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജിബാലാണ്. മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാം മികവുറ്റതാണ് എന്ന് വേണം പറയാൻ. അങ്ങനെ നമുക്കൊരു ഒരു പാട്ടിനെ അങ്ങനെ തള്ളി മാറ്റി കളയാൻ പറ്റില്ല. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം എന്ന് വേണം പറയാൻ. ഇതിഹാസം തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അദ്ദേഹത്തിനോട് അഭിനയിക്കുന്ന ആൾക്കാർ പറയുന്നതാണ്, അദ്ദേഹം ആക്ട് ചെയ്യുമ്പം അവർക്കൊരു സംതൃപ്തി കിട്ടാറില്ല. ഉദാഹരണം പറയാമെങ്കിൽ ദൃശ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അദ്ദേഹം ഇതുപോലെ ജിത്തു ജോസഫിനാണല്ലോ ഒരു ഡൗട്ടുണ്ട്, അദ്ദേഹം പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണോ ഈ സിനിമ അഭിനയിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആക്ടിങ്ങിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം മാറി എന്നുള്ളതാണ് പറയാനുള്ളത്. അത്ര ഒരു ഇതിഹാസം, ഒരു അലങ്കാരം, നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന സ്വകാര്യ അലങ്കാരം തന്നെയാണ് ലാലേട്ടൻ. കഥയുടെ ഇൻട്രവൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം നമുക്കൊരു എല്ലാം ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, നമുക്ക് ഊഹിച്ചെടുക്കാം എന്നുള്ള രീതിയിലുള്ളൂ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ദൃശ്യം സ്റ്റൈലിലോട്ട് അങ്ങ് പോകും, നമ്മുടെ ഊഹമൊക്കെ അങ്ങോട്ടങ്ങ് പോകും. ഇനി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടങ്ങ് പോകും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഒരു സിമ്പിൾ സ്റ്റോറി. നമ്മൾ പിന്നെ ക്ലൈമാക്സ് വരുമ്പോഴത്തേന് നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെയുള്ളൂ, സിമ്പിളായിട്ട് തന്നെ, ഒരു ട്വിസ്റ്റോ അങ്ങനെയൊന്നുള്ള ഒരു കാര്യമില്ല, സിമ്പിളായിട്ട് തന്നെ പോവുകയാണ് നമ്മുടെ ഈ മൂവി. ആവശ്യമില്ല. അതുപോലെ അനൂപ് മേനോൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ഓവറോൾ ഈ സിനിമ നമുക്ക് ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. ഈ ആഴ്ച ഇറങ്ങിയ 2 സിനിമയും, ജോമോൻ്റെ സുവിശേഷങ്ങളായാലും മുന്തിരിവള്ളികൾ ആയാലും എല്ലാം ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. ജോമോൻ്റെ സുവിശേഷങ്ങളാണ് മൊത്തം മോട്ടിവേറ്റ് ചെയ്യുന്നത് യൂത്തിനെയാണ്. ഇതെന്ന് വെച്ചാൽ ഫാമിലിയാണ് മൊത്തത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതും ഒരു ഫാമിലി എൻ്റർടൈനർ, ഇതും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ആണ്. എല്ലാവരും പോയി ഈ സിനിമ കാണാൻ ശ്രമിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഓക്കെ, ബൈ.